ബലാത്സംഗ കേസിൽ പ്രതി റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പരാതിക്കാരിയെ കക്ഷി ചേർക്കാൻ ഇന്നലെ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ജാമ്യ ഹർജിയെ എതിർത്ത് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. YS അഭിനന്ദ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അഭിനന്ദ്, വിവരങ്ങൾ എന്താണ് അഭിനന്ദ്? രഞ്ജിത്ത്, 2021 മുതൽ 23 മുതൽ തുടർച്ചയായി വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാരോപിച്ചാണ് യുവ ഡോക്ടർ തൃക്കാക്കര പോലീസിൽ പരാതി നൽകുന്നത്. ഈ ജൂലൈ 31-നാണ് തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിനായി മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി ഹൈക്കോടതിയെ സമീപിക്കുന്നതിനിടയിലാണ് മറ്റ് 2 പരാതികൾ കൂടി ഇപ്പോൾ വേടനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്നലെ അത് പരാതിക്കാരി കൂടി കക്ഷി ചേർത്തുകൊണ്ട് ഹൈക്കോടതി വിധി വന്നിരുന്നു. ഇന്ന് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. നേരത്തെ തന്നെ വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചുകൊണ്ടുള്ള സമഗ്രമായ അന്വേഷണമാണ് പോലീസ് നടത്തിയത്. എന്തായാലും ഈ പരാതിക്കാരിയെ കക്ഷി ചേർത്തതോടുകൂടി അതിനെ പ്രതിഭാഗം എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുവാനാണ് തൃക്കാക്കര പോലീസിന്റെ തീരുമാനം. ഗുരുതരമായ വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തിയിട്ടുള്ളത്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും വേടനെ കണ്ടെത്തുവാൻ പോലീസിന് കഴിഞ്ഞില്ല. അതിനിടയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ വേടൻ സമീപിക്കുന്നത്. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നാൽ അത് വേടനെതിരെയാണെങ്കിൽ ഇന്ന് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് തൃക്കാക്കര പോലീസ് വ്യക്തമാക്കുന്നത്. റീജിത്ത്. ശരി, YS അഭിനന്ദ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.